അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചക സ്നേഹം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചിലത് പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് അംഗീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവോട് പ്രതിബദ്ധത പുലർത്തി ആത്മാർത്ഥതയോടെ അവനെ മാത്രം ആരാധിച്ച് അവൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് നിരോധനങ്ങൾ വർജിച്ചു ജീവിക്കുവാൻ ബാധ്യസ്ഥനായതുപോലെ മുഹമ്മദ് റസൂലുള്ളാ അംഗീകരിക്കുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദവും ഉൾക്കൊള്ളുന്ന മതപരമായ നിയമ ഉപദേശ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗം അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക, അവനു മാത്രം അവകാശപ്പെട്ട ആരാധന അവനു മാത്രം അർപ്പിക്കുക എന്നതുപോലെ അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നതും, അത് നമുക്ക് പരിശീലിപ്പിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായ പ്രവാചകനെ മാതൃകയാക്കുക എന്നതാണ് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഷഹാദത്ത് കലിമയുടെ മുഹമ്മദുർ റസൂലുള്ളയാണ് ഞാൻ അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുക വഴി ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത് അതാണ്. ഈ നിലക്ക് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത്. നമ്മുടെ കാര്യത്തിൽ വളരെയേറെ തൽപരനാണ് പ്രവാചകനെന്ന് ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വല്ല പ്രയാസവും വരുന്നത് നബിക്ക് പ്രയാസമാണ്. നമ്മുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ വളരെ തൽപരനാണ്. അങ്ങനെ ഒരു ദൂതനാണ് നിങ്ങളുടെ ദൂതൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഓതിക്കേട്ട വചനം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കൊരു ദൂതൻ വന്നിരിക്കുന്നു. ഒന്നാമത്തെ പ്രയോഗം തന്നെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ആ ശൈലി. പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനാണ്, അഥവാ നിങ്ങളുടെ നാട്ടുകാരനാണ്, നിങ്ങളുടെ കുടുംബാംഗമാണ്, നിങ്ങളുടെ സഹയാത്രികനായിരുന്നു, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊന്നിച്ച് കഴിഞ്ഞുകൂടിയ ആളാണ് ഈ ദൂതനെന്ന് ആദ്യം പഠിപ്പിക്കുന്നതാണ്. ആ ദൂതൻ്റെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ, മനുഷ്യ സമുദായത്തിൻ്റെ
എല്ലാവിധ പ്രയാസങ്ങളിലും അദ്ദേഹം മനം നൊന്തു. ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സല്ല പ്രവാചകൻ്റേത്. ഏതു മനുഷ്യനും പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹം വേദനിച്ചു. ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ദുരിതമായി അദ്ദേഹം സ്വീകരിച്ചു. എന്തു പ്രയാസങ്ങൾ എവിടെയുണ്ടോ അവിടെ പരിഹാരവുമായി ഓടിയെത്തുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ പരിചയപ്പെടാൻ സാധിക്കുക. ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അഥവാ സഹാബിമാർ ഒരു ഘോര ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞങ്ങൾ ഓടുകയാണ്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പുണ്ട് ഒരാൾ വേഗതയോടെ കുതിരപ്പുറത്ത് തിരിച്ചു വരുന്നു. ജീനി പോലും ഉപയോഗിക്കാത്ത കുതിരപ്പുറത്താണ് ആ യാത്ര. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൻ തറാവു, പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നുമില്ല എന്നായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് ആ ഘോര ശബ്ദം കേട്ട ഇടം പ്രവാചകൻ സന്ദർശിക്കുകയും എന്താണ് അവിടെ എന്ന് അന്വേഷിച്ച് തിരിച്ചു വരികയും ചെയ്തു എന്നതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആളുകൾക്ക് എന്തു പ്രയാസമുണ്ടെങ്കിലും തിരുനബി അവിടെ ഇടപെടും. വേദന അനുഭവിക്കുന്നവരെ സഹായിക്കും. കഷ്ടപ്പാടുള്ളവരെ വളരെയേറെ ഉദാരനായി അവരുടെ നേരെ ദയാവായ്പോടെ പെരുമാറും, ഉള്ളത് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള പ്രവാചകൻ നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന സംഭവങ്ങളാണ്. പള്ളിയിലൊരു സാധു മനുഷ്യൻ വന്നു. പ്രവാചകൻ ആദ്യം തൻ്റെ ഭാര്യമാരുടെ അടുത്ത് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഉള്ളത്? ഒരതിഥിയുണ്ട്. അവർ നബിയെ അറിയിച്ചു, റസൂലേ ലൈസ മാന ഇല്ലൽമാ, ഞങ്ങളോടൊപ്പം വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, പച്ചവെള്ളം മാത്രം. ഒരതിഥിക്ക് അത് മതിയാവില്ലല്ലോ. അപ്പോൾ തിരുനബി പള്ളിയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് വിളിച്ചു ചോദിച്ചു, ഈ പാവം മനുഷ്യനെ പട്ടിണിക്കാരൻ്റെ പട്ടിണി മാറ്റാൻ നിങ്ങളിൽ ആരാണ് തയ്യാറെന്ന്. അങ്ങനെ സഹാബി വര്യന്മാരിൽ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയ ചരിത്രമുണ്ട്. അബൂ തല്ലയെ പോലുള്ള പ്രമുഖന്മാരായ സഹാബിമാർ കൊണ്ടുപോയ സംഭവങ്ങളുണ്ട്. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കാവുന്ന അനേക സംഭവങ്ങൾ. ആരുടെ പ്രശ്നവും, ഒരു പ്രയാസം അനുഭവിക്കുന്നവൻ്റെ പ്രശ്നം ഏറ്റെടുക്കുക നബിയുടെ ഒരു പതിവാണ്. ഈ മൗലിദ് വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. ഹദീസിൻ്റെ വാചകങ്ങൾ ശരിയാണ്, ആശയങ്ങൾ ശരിയാണ്, അതിൻ്റെ റിപ്പോർട്ട് സഹീഹാണ്. എന്നാൽ അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ചില ആളുകൾ ചില അനാചാരങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അത് ഒരു പശ്ചാത്തലമുണ്ടതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കുറച്ചാളുകൾ വന്നു. ദരിദ്രരാണ്, മറ്റൊരു ഗോത്രക്കാരാണ്. അവർ വന്നു നബിയോട് സഹായം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു, ഇതാ ഒരു പാവ മനുഷ്യൻ, നിങ്ങളിൽ ആരെങ്കിലും ഇയാളെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന് പ്രോത്സാഹജനകമായൊരു പ്രഭാഷണത്തിന് ശേഷം ആളുകൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ആദ്യം ഒരാൾ മുന്നോട്ട് വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തൻ്റെ കയ്യിലുള്ളത് ഏൽപ്പിച്ചു. അപ്പോൾ ഇത് കണ്ട ആളുകൾ മുന്നോട്ട് കുതിച്ചു. ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും അതിനെ തുടർന്ന് ദാനങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു വമ്പിച്ച കൂമ്പാരം അയാൾക്ക് വേണ്ടി വസ്ത്രങ്ങളും ഭക്ഷണങ്ങളുമായി അവിടെ ആ കുടുംബത്തിന് വേണ്ടി പള്ളിയിൽ കുന്നുകൂടി എന്നാണ് റിപ്പോർട്ടുകൾ. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹ വഅജ്റു മൻ അമില ബിഹാ മൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅലൈഹി വിസ്റുഹ വവിസ്റു മൻ അമില ബിഹാ.
ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല ഒരു സമ്പ്രദായം ഉണ്ടാക്കിയാൽ, ഒരു നല്ല സമ്പ്രദായം, ഒരു നടപടിക്രമം അയാൾ സ്വീകരിച്ചാൽ അതിൻ്റെ പ്രതിഫലവും അത് ചെയ്തവരുടെ പ്രതിഫലത്തിൽ കുറവ് വരാതെ പ്രോത്സാഹിപ്പിച്ചതിന് വീണ്ടും ഏതൊരാളും അത് ചെയ്യുമ്പോഴും ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ഒരു ചീത്ത സമ്പ്രദായം കാണിക്കുകയും ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർ പകർത്തുകയും ചെയ്താൽ അതിൻ്റെ തിന്മ ഇയാൾക്ക് ലഭിക്കും, അതിൻ്റെ കുറ്റം ഇയാൾ പേറണം. ആരൊക്കെ അത് ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം തിന്മയുടെ ഒരു പങ്ക് ഇയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സുന്ന ഹസന, സുന്ന സയ്യിഅ എന്ന പ്രയോഗത്തെയാണ് ചില ആളുകൾ പിടികൂടിയത്. കാരണം നല്ല സുന്നത്ത്, ചീത്ത സുന്നത്ത് എന്ന് രണ്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ നല്ല കാര്യവും നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നതിന് തെളിവായി പ്രമാണമായി ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഈ സുപ്രധാനമായ ഒരു ആശയം പഠിപ്പിച്ച ഹദീസിനെയാണ് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തത്. ഇവിടെ എന്താണ് സംഭവം? ഒരു നല്ല കാര്യത്തിന് ഒരാൾ മാതൃകയായാൽ അയാൾ പ്രശംസനീയനാണ്, പ്രശംസ അർഹിക്കുന്നവനാണ്, പ്രതിഫലം ലഭിക്കുന്നവനാണ്. ഒരു ചീത്ത കാര്യമാണ് ഒരാൾ ജനങ്ങൾക്ക് മാതൃക കാണിക്കുന്നതെങ്കിൽ അയാൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം, അത് ചെയ്യുന്നവരുടെ ശിക്ഷയുടെ ഒരു പങ്കും അയാൾ അനുഭവിക്കണം എന്ന സുപ്രധാന പാഠമാണ് നബി നൽകിയത്. നമുക്ക് മറ്റു വശങ്ങളിലേക്ക് പോവേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ചത് അതായിരുന്നു നബിയുടെ സ്വഭാവമെന്നാണ്. അസീസുൻ അലൈഹി മാ അനിത്തു, നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് വമ്പിച്ച ഭാരമാണ്, ഗൗരവമുള്ളതാണ്. അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് നബി വിചാരിക്കാറില്ല. ആരും അവിടെ സന്ദർശിക്കുന്നവരെ, അവിടെ വരുന്നവരെ, ഒരു മനുഷ്യനെയും അവിടുന്ന് വേദനിപ്പിക്കില്ല. ഒരിക്കൽ അവിടുന്ന് നടന്നു പോകുന്ന സമയത്താണ് ഒരു സ്ത്രീയെ കണ്ടത്. ആ സ്ത്രീ കരയുകയാണ്. ഒരു ഖബറിൻ്റെ അടുത്ത് നിന്ന് കരയുന്ന പെണ്ണിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണെ ക്ഷമിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന്. ആ സ്ത്രീയുടെ പ്രതികരണം അല്പം ഗൗരവത്തിലായിരുന്നു. അലാ റിസ്ലിക് എന്നാണ് അവൾ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അത്തരം പ്രയോഗങ്ങൾ പോകൂ മനുഷ്യ എന്ന് അതിനെ പരിഭാഷപ്പെടുത്തുക. നീ നിന്റെ പണി നോക്ക് എന്ന അർത്ഥത്തിൽ അലാ റിസ്ലിക് എന്നായിരുന്നു പ്രയോഗം. ഇത് കേട്ട് നബി പരിഭവം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന കൃതാർത്ഥതയോടെ വീട്ടിലേക്ക് നടന്നുപോയി. വീട്ടിലെത്തി. അപ്പോഴുണ്ട് വീട്ടുപടിക്കൽ നിന്നൊരു ശബ്ദം, ഒരു സ്ത്രീ ശബ്ദം. അവർ സലാം ചൊല്ലി വീട്ടിലേക്ക് വരികയാണ്. സംഭവം എന്തായിരുന്നു? ഇത് കേട്ട് ആരോ ചിലർ ആ പെണ്ണിനോട് ചോദിച്ചു, നീ ആരോടാണ് സംസാരിച്ചതെന്ന് നിനക്കറിയാമോ? അത് റസൂലുള്ളയാണ് എന്ന്. കേട്ട മാത്രയിൽ സങ്കടത്തോടെ ആ സ്ത്രീ നബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ആ വീട്ടിൽ വന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഫലം തജിദ് ഇൻദഹു ബവ്വാബീൻ, അവിടെ പാരാവുകാരെ അവൾ കണ്ടെത്തിച്ചില്ല. മദീനയിലെ രാജാവാണ് നബി, അങ്ങനെ പറയാമെങ്കിൽ, അവിടുത്തെ സുൽത്താനാണ് നബി, ആ പ്രയോഗം ശരിയാണെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പോലീസുകാരനോ പാറാവുകാരനോ ഇല്ല. അവിടെ അവർ ചെന്ന രംഗം ബുഖാരി പകർത്തുകയാണ്. ഹദീസുകളിൽ വന്ന കാര്യമാണത്. എന്നിട്ട് നബിയോട് അവർ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ല ലമ്മ അരിഫ്ക്, നബിയെ എനിക്കങ്ങേ അറിയുമായിരുന്നില്ല. പ്രവാചകനെ കണ്ട് അത് നബിയാണെന്ന് പറയുന്ന കരുതാവുന്ന പ്രത്യേകമായൊരു വേഷം നബി ധരിക്കാത്തത് കൊണ്ടും എല്ലാ അറബികളും ധരിക്കുന്ന വേഷമായിരുന്നു നബിയുടേത്. ഞാനാകുന്ന നബി മഹാനായ പ്രവാചകന്റെ ഒരു പ്രത്യേക സിയും ഒരു അടയാളവും അവിടുത്തെ ഒരു പ്രത്യേക വസ്ത്രധാരണ രീതിയുമൊന്നും നബി സ്വീകരിച്ചിട്ടില്ല എന്നതിന് കൂടി തെളിവാണിത്. അദ്ദേഹം എല്ലാ മനുഷ്യരെയും പോലെ വസ്ത്രം ധരിച്ചു.
അതുകൊണ്ടാണ് നബിയെ മനസ്സിലാവാതിരുന്നത്. വേഷം കൊണ്ട് സാധാരണ മനുഷ്യർ ധരിക്കുന്ന വസ്ത്രമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ച് തലയിൽ പ്രത്യേകമായ മറ്റെന്തെങ്കിലും തിരിച്ചറിയാവുന്ന ഒരു ചിഹ്നവുമായി നബി നടന്നിട്ടില്ല. ഞാൻ അങ്ങയെ മനസ്സിലാക്കിയില്ല എന്നവർ പറഞ്ഞു. നബി പരിഭവം പ്രകടിപ്പിച്ചില്ല. അവിടുന്ന് ചെയ്തത്, പെണ്ണെ, ക്ഷമിക്കേണ്ടത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ? അത് പ്രശ്നം വരുന്ന ആദ്യ ഘട്ടത്തിൽ. ഇന്നമസ്വബർ എൻ്റെ സ്വതമത്തിലൂല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ക്ഷമ. അറ്റാക്ക് വരുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. ഒരപകടമുണ്ടായി, അതിൻ്റെ ആദ്യഘട്ടം നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. അതാണ് ക്ഷമയുടെ സന്ദർഭം. അല്ലാതെ ക്ഷമകേട് കാണിച്ച് കെട്ടി തൂങ്ങി ചാവാൻ പോയി, മരുന്ന് കഴിച്ച് മരിക്കാൻ പോയി, എങ്ങനെയെങ്കിലും ജീവൻ ഒടുക്കട്ടെ എന്ന് തീരുമാനിച്ചു. എല്ലാം പരാജയപ്പെടുമ്പോൾ എന്താ ചെയ്യുക? ക്ഷമിക്കുകയല്ലാതെ എന്ന് പറയുന്നതല്ല ക്ഷമ. ഒരു പ്രശ്നത്തിൻ്റെ തുടക്കത്തിലാണ്, അറ്റാക്ക് വരുമ്പോഴാണ്, ആ പ്രശ്നം നേരിടുമ്പോഴാണ് ക്ഷമയുടെ പ്രസക്തി എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ സംഭവം ഓർത്തത് ഈ കഥ പറയാനല്ല. പ്രവാചകന്റെ താല്പര്യം കണ്ട ഒരു പെണ്ണ് കരയുന്നു, നബിയല്ലേ. ആ സ്ത്രീയുടെ കരച്ചിൽ നബിയെ എന്തിനു ബാധിക്കണം? എന്തിനൊരു സതുപദേശം നൽകണം? പെണ്ണ് കരയട്ടെ എന്ന് വിചാരിച്ച് നടന്നു പോകാൻ നബിക്ക് കഴിയില്ല. അതാണ് നബി. അങ്ങാടിയിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ബതുക്കളുടെ മക്കളുടെ കൈയും പിടിച്ച് പ്രവാചകൻ ചിലപ്പോൾ ആ കുട്ടികളുടെ വീട്ടുപടിക്കൽ വരെ എത്തുമായിരുന്നു. കാരണം വഴിയാധാരമാവരുത് ഈ മക്കൾ. ബദവികളുടെ മക്കളെയും കൈപിടിച്ച് അവരുടെ വീട്ടിൻ്റെ വാതിൽ വരെ തിരുനബി ചെറിയ കുട്ടികളെയും കൂട്ടി നടന്ന രംഗങ്ങൾ സഹാബിമാർ വിവരിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ വളരെ താല്പര്യപൂർവ്വം പെരുമാറുന്നവനാണ്. നിങ്ങളോട് വളരെ താല്പര്യമുണ്ട് അദ്ദേഹത്തിന്. നിങ്ങൾക്ക് നന്മ ലഭിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് വരണമെന്നാണ് ആ നബിയുടെ താല്പര്യം. വിശദീകരണം നമുക്ക് ആവശ്യമേ ഇല്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് ദയാലുവാണ് അദ്ദേഹം, കാരുണ്യത്തോടെ വർത്തിക്കുന്നവനാണ് അദ്ദേഹം. വിശ്വാസികളോട് ദയയോടെ പെരുമാറും, കാരുണ്യത്തോടെ പെരുമാറും. ഏത് സാഹചര്യങ്ങളിലും ആളുകളെ രക്ഷപ്പെടുത്തണം എന്നാണ് അവിടുന്ന് വിചാരിച്ചത്. ആളുകൾ സർവ്വവിധേനയും അവർ വിമോചിതരാവണമെന്നും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശം ലഭിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. അവിടുത്തോട് അപമര്യാദയായി പെരുമാറുമ്പോൾ പോലും അയാളുടെ സ്വർഗം നഷ്ടപ്പെടരുതെന്നാണ് നബിയുടെ മോഹം. ഒരു അറാബി ഒരിക്കൽ നബിയെ സമീപിച്ചു. വിളിച്ചു ചോദിക്കുന്നത് തന്നെ നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്നാണ്. ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് നാം ശീലിച്ച നമ്മുടെ നാടൻ ശൈലിയിൽ നാം ശീലിച്ചു പോന്ന സമ്പ്രദായം അനുസരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് എന്ന് ചോദിച്ച് നമ്മുടെ പ്രസിഡന്റിനെയോ നമ്മുടെ നേതാവിനെയോ നിങ്ങളുടെ സെക്രട്ടറി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ഒരാൾ വന്ന് അപരിചിതൻ വന്ന് ചോദിച്ചാൽ നമുക്കെന്താണ് അനുഭവം ഉണ്ടാവുക? ഇത് നബിയുടെ സഹാബിമാരും നബിയും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരു ബധു വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പ്രവാചകൻ? മുഹമ്മദ് ആരാണെന്നാണ്. ഞാനാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് അല്ലാഹു അമറക് എന്ന് തുടങ്ങിയാണ് അയാളുടെ ചോദ്യം ആരംഭിക്കുന്നത്. അല്ലാഹു ആണോ നിന്നോട് കൽപ്പിച്ചത്? അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് അവന്റെ ദൂതനാണെന്ന് പറയാൻ എന്നതിന് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലാഹു അർസലക റസൂല, നിന്നെ ദൂതനായി അയച്ചത് അല്ലാഹു ആണോ? അല്ലാഹു ആണോ നിന്നെ പ്രവാചകനായി അയച്ചത്? ഈ സ്കൂളിലെ സ്വീപ്പറായി നിന്നെ നിശ്ചയിച്ചത് മാനേജറാണോ എന്ന് അവിടെ സ്വീപ്പറായി ജോലി ചെയ്യുന്ന ഒരാളോട് മറ്റൊരുത്തരും വന്ന് ചോദിച്ചാൽ അയാളുടെ ആത്മാഭിമാനം പോലും അത് ചോദ്യം ചെയ്തേക്കും. അപരൻ്റെ ഈ ചോദ്യത്തെയും അയാളുടെ പെരുമാറ്റത്തെയും വിമർശിക്കപ്പെടും.
മഹാനായ നബിയോട് അയാളുടെ ചോദ്യം ഇങ്ങനെയാണ്: അല്ലാഹു അർസലക റസൂല, നിന്നെ റസൂലായി നിയോഗിച്ചത് അല്ലാഹു ആണോ എന്ന്. അയിനാം, അതെ എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞു. പിന്നീട് ചോദിക്കുന്നത് നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. 5 നേരം നമസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, സക്കാത്ത് കൊടുക്കാൻ, നോമ്പ് നോൽക്കാൻ, ഇതിനെല്ലാം നിന്നോട് കൽപ്പിച്ചത് അല്ലാഹു ആണോ എന്ന ഗൗരവത്തിലുള്ള ചോദ്യമാണ്. അതിനൊക്കെ അതെ അതെ എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. 5 സുപ്രധാനമായ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച്, അർക്കാനുൽ ഇസ്ലാം എന്ന് നാം പഠിച്ചിട്ടുള്ള 5 സ്തംഭങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ, വിശദീകരിച്ചപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഇനി വല്ലതുമുണ്ടോ എന്ന്. അവ ഗൈറദാലിക്, വേറെ വല്ലതുമുണ്ടോ? തിരുനബി പറഞ്ഞു, ലാ, ഇല്ല, അൻതതവ്വ, ഇല്ല, നീ ഐച്ഛികമായി ചെയ്യുന്നതൊഴിച്ച്. ഇതാണ് നിർബന്ധ കൽപ്പനകൾ. ഇസ്ലാമിൻ്റെ സുപ്രധാനമായ പാഠങ്ങൾ ഇതാണ്. ഇനി നിനക്ക് ഐച്ഛികമായ വല്ലതും ചെയ്യാം. ആ മനുഷ്യൻ പറഞ്ഞത്, ലാ അസീദു അലാ ദാലിക വലാ അൻഖുസ്, ഞാൻ ഇതിലൊന്നും കൂട്ടുകയോ ഈ കേട്ടതിൽ എന്തെങ്കിലും കുറയ്ക്കുകയോ ചെയ്യുകയില്ലെന്നാണ്. എന്തായിരുന്നു നബിയുടെ പ്രതികരണം? സുന്നത്ത് നിഷേധിയാണ് നീ എന്നാണോ റസൂലുള്ള പറഞ്ഞത്? നീ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞ് ആട്ടുകയാണോ നബി ചെയ്തത്? അല്ല. ആ മനുഷ്യൻ ഒരു ബദുവാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഇസ്ലാമിൻ്റെ ഈ നിർബന്ധ കൽപ്പനകൾ പാലിക്കാൻ അയാൾ തയ്യാറാവുക വഴി അയാൾ സന്മാർഗം പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യനെ തിരുനബി പ്രശംസിച്ചു പറഞ്ഞത് ഖദ് അഫ്ലഹ ഇൻ സ്വദഖ് എന്നായിരുന്നു. ആ മനുഷ്യൻ നേരാണ് പറഞ്ഞതെങ്കിൽ അയാൾ വിജയിച്ചു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഇതാണ് നബി തിരുമേനിയുടെ പ്രകൃതം. ഒരു അറാബി നബിയുടെ അടുത്ത് വന്നു, വല്ലതും തരണം എന്ന് പറഞ്ഞു. പ്രവാചകൻ തൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. എന്നിട്ട് നബി ഒരു ചോദ്യം ചോദിച്ചു അറാബിയോട്, ഞാൻ നല്ലത് ചെയ്തില്ലേ, നിനക്ക് ഉപകാരം ചെയ്തില്ലേ എന്ന്. മാ അഹ്സൻതയിലയ്യ, നീ ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതികരണം. കേട്ട മാത്രയിൽ മറ്റുള്ളവർക്ക് കലി കയറി, അവർക്ക് ദേഷ്യം വന്നു നബിയോട് ഈ അപമര്യാദയോടെ പെരുമാറിയത്. അവർ അയാളുടെ നേരെ കയർത്തു. തിരുനബി തടഞ്ഞു. പിന്നെയും നബി കൊടുത്തു. അപ്പോഴും അയാൾ പറഞ്ഞത് ഇത് തന്നെ. വീണ്ടും അയാൾ വീട്ടിൽ വന്നു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നബി. അവിടെ വെച്ച് പിന്നെയും അയാളുടെ ആവശ്യത്തിന് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിനക്ക് ഉപകാരം ചെയ്തോ? തീർച്ചയായും നീ എനിക്ക് ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നബി ആ മനുഷ്യനോട് പറഞ്ഞു, ഇപ്പോൾ നീ എന്നോട് പറഞ്ഞ ഈ കാര്യം നേരത്തെ നീയുമായി കയർത്ത ആ കൂട്ടുകാരോട് അവരുടെ മുമ്പിൽ വെച്ച് നീ ഒന്ന് പരസ്യമായി പറയുമോ? വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞോളാം. ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ ചോദ്യം നബി ആവർത്തിച്ചു. അഹ്സൻതു ഇലൈക്, നാം അഹ്സൻത ഇലയ്യ എന്ന് തുടങ്ങി അയാൾ വികാരത്തോടെ എനിക്ക് നീ ഉപകാരം ചെയ്തു, എന്നോട് നല്ലത് കാണിച്ചു, നല്ല രീതിയിൽ പെരുമാറി എന്നൊക്കെ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ആളുകൾ ശാന്തരായി, സംതൃപ്തരായി, സദസ്സ് ശാന്തമായി. എന്നിട്ട് റസൂലുള്ള അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാനും ആ മനുഷ്യനും ഒരു മോട്ടു കാണിച്ചോടുന്ന വിരണ്ടോടുന്ന ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെ പോലെയാണ്. എന്താണ് സംഭവം? ഒട്ടകം വിരണ്ടോടിയപ്പോൾ ഉടമസ്ഥൻ ആ ഒട്ടകത്തെ തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുവാനും വിളിക്കുവാനും പല ഉപായങ്ങളും ചെയ്തു അതിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. വിരണ്ടോടുന്ന ഒട്ടകത്തെ പിടിക്കാൻ നാട്ടുകാർ ഒന്നിച്ചോടി. ആളുകൾ ഓടും തോറും, ജനസംഖ്യ കൂടുന്തോറും ഒട്ടകത്തിൻ്റെ ഓട്ടത്തിന് ശക്തി കൂടി. ഇയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും എൻ്റെ ഒട്ടകത്തെയും നിങ്ങൾ വിട്ടേക്കൂ, ഞാൻ ആ ഒട്ടകത്തെ മെരുക്കിക്കൊള്ളാമെന്ന്. അവർ പിന്മാറിയപ്പോൾ അയാളുടെ ഒട്ടകത്തെ
തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, ആ ഒട്ടകത്തെ മെരുക്കിയെടുത്തു. ഇതുപോലെയാണ് ഈ അറാബിയുടെ അവസ്ഥ. നിങ്ങൾ കയർത്ത് അയാളെ ആട്ടിയോടിച്ചിരുന്നെങ്കിൽ അയാൾ അപകടത്തിലേക്കാണ് പോവുക, നരകത്തിലേക്കാണ് ചെല്ലുക. ഞാൻ നിങ്ങളെ ഒഴിവാക്കി ആ മനുഷ്യനെ മെരുക്കാൻ ശ്രമിച്ചു, നിങ്ങൾ കണ്ടോ എന്ന് നബി അവരോട് ചോദിച്ചു. ഇതായിരുന്നു പ്രവാചകന്റെ രീതി. ഇങ്ങനെ വിശ്വാസികളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്ന, ദയാലുവായ, വിശ്വാസികൾ രക്ഷപ്പെടണം, മനുഷ്യർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രജാതൽപരനായ ഒരു ദൂതൻ, പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകൻ, അതാണ് റസൂലുള്ള. ആ നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം റിസാലത്തിൻ്റേതാണ്, ഇത്തിബായിൻ്റേതാണ്. അദ്ദേഹം ദൈവദൂതനാണ്. അദ്ദേഹം നാം മാതൃകയായി സ്വീകരിക്കേണ്ട വ്യക്തിയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അള്ളാഹുവെ സ്നേഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ്. ഒന്നാമതായി അള്ളാഹുവാണ്, രണ്ടാമതായി പ്രവാചകനാണ്. ഇവിടെ നമ്മുടെ സ്വന്തത്തേക്കാൾ പോലും അള്ളാഹുവും പ്രവാചകനും പ്രിയങ്കരനാവുക എന്ന ഒരു പാഠമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെ അള്ളാഹു നബിയോട് പറയാൻ ആവശ്യപ്പെട്ട ഒരു വചനമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണെങ്കിൽ എന്നെ പിൻപറ്റി ജീവിക്കണമെന്ന് നീ അവരോട് പറയുക, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. നമ്മൾ കഴിഞ്ഞ ഖുതുബയിലും പല ഖുതുബകളിലും ക്ലാസ്സുകളിലും കേൾക്കുന്ന ആയത്തിൻ്റെ ആശയം പറയുമ്പോൾ തന്നെ ആ ആയത്തുകൾ ഓതാൻ അറിയുന്ന ആളുകളോട് ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് എന്ന വചനം. പറയുക നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി നീ പറയുക, ഇത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം, നബിയെ അനുധാവനം ചെയ്യണം. അതാണ് അള്ളാഹുവെ സ്നേഹിക്കാനുള്ള വഴി. നമ്മളും നബിയും തമ്മിലുള്ള ബന്ധം ഈ ഇത്തിബായിൻ്റെ ബന്ധമാണ്, റിസാലത്തിൻ്റെ ബന്ധമാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം അറിയിച്ചു തന്ന റസൂൽ, ആ റസൂലിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ അനുവാദങ്ങൾ, ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. അതിൽ കൽപ്പനകളുണ്ട്, നിരോധനങ്ങളുണ്ട്, നിർബന്ധമായ നിർദ്ദേശങ്ങളുണ്ട്, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ചെയ്തുകൂടാ എന്ന് പറയുന്ന ഗൗരവതരമായ കണിശമായി പാലിക്കപ്പെടേണ്ട ഹറാമുകളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സുന്നത്തുകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നബിയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുക എന്നതാണ് അള്ളാഹുവെ സ്നേഹിക്കുവാനുള്ള മാർഗമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു നിർദ്ദേശിച്ചത്. നാം ആ പ്രവാചകനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെയും അനുസരിക്കണം. എത്ര ആയത്തുകളാണ് നമ്മൾ ഓതി പഠിച്ചത്? അത്തിയുല്ലാഹ വഅത്തിയു റസൂൽ വഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഭരണാധികാരികളെയും കൈകാര്യകർത്താക്കളെയും അനുസരിക്കണമെന്ന ഖുർആന്റെ കൽപ്പന. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹുവെ അനുസരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. നബിയുടെ കൽപ്പനകൾ അനുസരിക്കണം. റസൂലുള്ള പറഞ്ഞല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. ഖാലു മൻ അബാ യാ റസൂലല്ലാഹ്. ഖാല മൻ അതാനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എൻ്റെ സമുദായത്തിലുള്ളവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും, നിരസിച്ചവരൊഴികെ എന്ന് റസൂലുള്ള പറഞ്ഞു. ആരാണ് നബിയെ നിരസിച്ചവൻ? തിരുനബി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവൻ അവനാണ് ഫഖദ് അബ, നിരസിച്ചവൻ. അപ്പം നിരസിച്ചവൻ എന്ന് പറയുന്നത് നബിയെ ധിക്കരിച്ചവനാണ്, നബിയുടെ കൽപ്പനകളെ നിരാകരിക്കുന്നവനാണ്. ഖുർആന്റെ കൽപ്പന, വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹകും അൻഹു ഫന്തഹു. അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്നത്, റസൂലുള്ള കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, നിരോധിച്ചതോ നിങ്ങൾ വർജിക്കണം. ഖുർആന്റെ കൽപ്പനയാണ്. ഈ അനുസരണവും ഈ അനുസരണത്തോടെ ഇതിന് കീഴ്പ്പെടലും സ്വമേധയാ വേണം, സംതൃപ്തിയോടെ വേണം. നബിയല്ലേ
എങ്ങനെ കേൾക്കാതിരിക്കും എന്ന രീതിയിലല്ല, പറഞ്ഞിട്ടല്ലേ എങ്ങനെ അനുസരിക്കാതിരിക്കും എന്ന ഭാവത്തിലല്ല. ഖുർആന്റെ വാക്കുകൾ നോക്കൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബാണ്, അള്ളാഹു സത്യം ചെയ്ത് ശപഥം ചെയ്തു പറയാം, നിന്റെ നാഥനാണ്. ഇല്ല ഇല്ല, അവർ വിശ്വാസികളാവില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ എന്നാണ് പ്രയോഗം. ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തിൽ നിന്നെ വിധി കർത്താവായി സ്വീകരിക്കുവോളം അവർ വിശ്വാസികളാവില്ല. ثم لا يجدوا في أنفسهم حرجا مما قضيت, നിന്റെ തീർപ്പിൽ നിന്റെ വിധിയിൽ അവർക്കൊരു പ്രയാസവും തോന്നാതിരിക്കുകയും വയുസല്ലിമു തസ്ലീമ, സ്വമേധയാ അവർ അനുസരിക്കുകയും ചെയ്യുവോളം, അവർ സ്വമേധയാ സമർപ്പിച്ചുകൊള്ളണം. യാതൊരു മനപ്രയാസവും കൂടാതെ നിന്റെ വിധി തീർപ്പ് അവർ അംഗീകരിക്കണം. അതുവരെ അവർക്ക് വിശ്വാസികളാവാൻ കഴിയില്ലെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. നബി പറഞ്ഞാൽ അത് സ്വീകരിക്കണം. ആ വിധത്തിലുള്ള ഒരു ബന്ധമാണ് വിശ്വാസികളും പ്രവാചകന്റെ അനുയായികളും പ്രവാചകനും തമ്മിലുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്ത് ഓർമ്മയ്ക്ക് വേണ്ടി, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും ഔ ഇഖ്വാനുക്കും ഔ അസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ എന്ന വചനം. പറയുക നബിയെ, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ ഭാര്യമാരും അഥവാ ഭർത്താക്കളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തും നഷ്ടം പറ്റുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങളും നിങ്ങളുടെ വീടുകളും അള്ളാഹുവേക്കാളും പ്രവാചകനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ കാത്തിരിക്കുക. അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുന്നത്, അവൻ്റെ ശിക്ഷയുമായി അവൻ വരുന്നത് കാത്തിരുന്നു കൊള്ളൂ. അള്ളാഹു അധർമ്മികളായ ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ എല്ലാറ്റിനേക്കാളും നമുക്ക് അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹം വേണം. നമ്മുടെ മകൻ നിർദ്ദേശിക്കുന്നു, മകൾ നിർദ്ദേശിക്കുന്നു, ഭാര്യ നിർദ്ദേശിക്കുന്നു, ഭർത്താവ് നിർദ്ദേശിക്കുന്നു, വാപ്പയോ ഉമ്മയോ നിർദ്ദേശിക്കുന്നു. ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശം നമ്മുടെ കച്ചവടത്തിൽ ഇന്ന ഒരു രൂപത്തിൽ നാം നീങ്ങിയാൽ അത് ലാഭകരമാണ് എന്നൊരു ഉപദേശം നമുക്ക് കിട്ടി. പക്ഷേ അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത, റസൂലിന് ഇഷ്ടമല്ലാത്ത ഒരു വഴിയാണ് എന്ന് കണ്ടപ്പോൾ ഏതിനാണ് പരിഗണന, മുൻഗണന? ലാഭത്തിനാണോ അള്ളാഹുവിൻ്റെ താല്പര്യത്തിനാണോ? മക്കളുടെയും മാതാപിതാക്കളുടെയും ഉപദേശം അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും ഇംഗിതത്തിനെതിരാണെങ്കിൽ ഏതിനാണ് മുൻഗണന? നമ്മുടെ സ്വാർത്ഥവും അള്ളാഹുവിൻ്റെ താല്പര്യവും പ്രവാചകന്റെ താല്പര്യവും ഏറ്റുമുട്ടുമ്പോൾ എന്തിനെയാണ് നാം പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നത്? ഇതാണ് പ്രശ്നം. അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കാൻ, റസൂലിന് അതുപോലെ തന്നെ സ്ഥാനം കൽപ്പിക്കാൻ, സത്യത്തിനും സത്യമാർഗത്തിനും അതുപോലെ തന്നെ അതിലുള്ള ത്യാഗപരിശ്രമങ്ങൾക്കും ഭൗതികമായി എന്തിനേക്കാളും പരിഗണന കൊടുക്കാൻ സാധിക്കാതെ വിശ്വാസം സമ്പൂർണ്ണമാവുന്നില്ല എന്ന ഗുണപാഠമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആലോചിച്ചാലറിയാം, അതാണ് മതം. മതനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നാൽ അതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക, പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള ചില കാര്യങ്ങളുണ്ടാകും, സന്തോഷമുള്ള കാര്യങ്ങൾ. അതിലൊക്കെ നാം അത് സ്വീകരിക്കുക, ബാക്കിയുള്ളതോ നമ്മൾ അതത്ര പരിഗണിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാൽ അത് ശരിയായൊരു വഴിയല്ല എന്ന് ഏറെ പ്രസംഗിക്കാതെയും പറയാതെയും ഏറെ വായിക്കാതെയും സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുക. അവ ഉമർ നബിയോട് പറഞ്ഞു, റസൂലെ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, എന്നെ കഴിച്ചാൽ എനിക്ക് എല്ലാ വസ്തുക്കളെക്കാളും അങ്ങയോടാണ് ഇഷ്ടം. താങ്കൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പക്ഷെ എന്നെ കഴിച്ചാൽ എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് താങ്കൾ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ഉമർ ലാ യുഅ്മിനു അഹദുക്കും ഔ ലാ തുഅ്മിനു ഹത്താ തകൂന അഹബ്ബ ഇലയ്യ ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ കുല്ലി ഷൈഇൻ ഹത്താ മിൻ നഫ്സിക്. ഉമരേ, നിന്നേക്കാളും എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാകുവോളം നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് ഉമറിനോട് നബി പറഞ്ഞു. അപ്പൊ ഉമർ പ്രഖ്യാപിച്ചു, അമ്മലാൻ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഹത്താ മിൻ നഫ്സി. റസൂലേ, ഇപ്പോൾ എല്ലാ വസ്തുക്കളെക്കാളും എന്നേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. അമ്മലാന യാ ഉമർ, അതേ ഉമർ, ഇപ്പോൾ ശരിയായി. നീ നിനക്ക് നിർബന്ധമായ ഒരു കാര്യം അംഗീകരിച്ചു കഴിഞ്ഞു, നീ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതേ, ഇപ്പോൾ ശരിയായി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം അങ്ങനെയാണ്, അനുകരണത്തിൻ്റെതാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഏറെ വിശദീകരിക്കാതെ പറഞ്ഞു പോകും. ഒരു മോതിരം ഉണ്ടാക്കി വന്ന കഥയുണ്ട്. സ്വർണ്ണമോതിരം ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ വന്നു. അപ്പോൾ ആളുകളൊക്കെ സ്വർണ്ണമോതിരം ഉണ്ടാക്കി. നബിയുടെ അനുചരന്മാരുടെ രീതി അങ്ങനെയാണ്. പിന്നെ മറ്റൊരിക്കൽ നബി വന്നു, ആ സ്വർണ്ണമോതിരം ഊരി അവിടുന്ന് ഒഴിവാക്കി. ഹദീസിൽ ഉപയോഗിച്ച പദം സുമ്മ നബദഹു എന്നാണ്. അത് ഉപേക്ഷിച്ചു. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു, വലൻ അൽബിസഹു അബദ, ഇനി ഒരിക്കലും ഞാൻ ഈ സ്വർണ്ണമോതിരം അണിയുകയില്ല. സഹാബിമാരെല്ലാവരും അവരുടെ സ്വർണ്ണമോതിരങ്ങൾ ഒഴിവാക്കി. ഈ രീതിയിലാണ് അവർ നബി അംഗീകരിച്ചിരുന്നത്. യുദ്ധത്തിനല്ല നബി പുറപ്പെട്ടത് ബദർ. തങ്ങളുടെ കൂട്ടുകാരുടെ സ്വത്തുക്കൾ അന്യായമായി പിടിച്ചടക്കി അധീനതയിൽ വെച്ച ദ്രോഹികളായ കൊള്ളക്കാരായ മക്കക്കാർ മദീനായുടെ ചാരത്തുകൂടെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടം ചെയ്ത് വമ്പിച്ച സംഘങ്ങൾ സമ്പാദ്യവുമായി പോകുന്ന വിവരം അറിഞ്ഞു. ആ കച്ചവടത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം യുദ്ധഫണ്ടിനാണ് നീക്കിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ 300 ചില്ലാനും സഹാബികളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തി തങ്ങളുടെ അവകാശപ്പെട്ട സ്വത്ത് ചോദിക്കാൻ തീരുമാനിച്ചു. യാത്രയായി. യുദ്ധത്തിന് വേണ്ടിയാണ് പുറപ്പെട്ടിരുന്നതെങ്കിൽ വാളും കുന്തവും പോവട്ടെ, മദീനായിൽ സുലഭമായി ലഭിക്കുന്ന ഈന്തപ്പന മരത്തിൻ്റെ മടലുകൊണ്ട് ചെത്തിക്കൂർപ്പിച്ച കുന്തങ്ങളെങ്കിലും ഓല മട്ടലുകളെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കരുതുമായിരുന്നു. യുദ്ധത്തിന് ഒരുങ്ങിപ്പോയിട്ടില്ല നബി. അവിടെ എത്തും മുമ്പേ അബൂ സുഫിയാൻ വിവരം മണത്തറിഞ്ഞു. അയാൾ തന്ത്രം പ്രയോഗിച്ചു. ലംലം എന്ന ഒരു ദൂതനെ മക്കയിലേക്ക് അയച്ചു. മക്കക്കാർ അവിടെ വിളംബരം കേട്ട് പ്രതികാര ബുദ്ധിയോടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ നടത്തി. ഈ വിവരമറിഞ്ഞു മക്കക്കാർ പുറപ്പെട്ടിരിക്കുന്നു നമ്മെ തേടി എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോഗം വിളിച്ചു സഹാബിമാരെ. ആ യോഗത്തിൽ അവിടുന്ന് സഹാബിമാരോട് അഭിപ്രായം ചോദിച്ചു. അവർ നബിയോട് പറഞ്ഞു, റസൂലേ, എന്തു വേണമെങ്കിലും തീരുമാനിച്ചോളൂ. ഹാദിഹി അംവാലുന ബൈന യദൈക് ഫഹ്കും ഫീഹ മാ ശിഅ്ത് വഹാദിഹി നുഫൂസുന ബൈന യദൈക് ലൗ ഇസ്തറൽതൽ ബഹ്റ ലഖുൽനാഹു മഅക്. നബിയേ, ഞങ്ങളുടെ ആത്മാക്കളിതാ, ഞങ്ങളുടെ ശരീരങ്ങളിതാ അങ്ങയുടെ മുന്നിൽ, ഇത് സമർപ്പിതമാണ്. നബിയെ, ഞങ്ങളുടെ സ്വത്തുക്കളിതാ, ഫഹ്കും ഫീഹ മാ ശിഅ്ത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളിൽ അങ്ങയുടെ തീരുമാനം എന്തായാലും അങ്ങത് എടുത്തുകൊള്ളുക, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ ശരീരങ്ങൾ ഇതാ അങ്ങയുടെ മുന്നിൽ, ലവിസ്തറൽതൽ ബഹ്റ ലഖുൽനാഹു മഅക്,
അങ്ങ് സമുദ്രത്തിൽ എടുത്തു ചാടാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ, അങ്ങ് സമുദ്രത്തിലേക്ക് ഞങ്ങളെയും കൂട്ടി പോവുകയാണെങ്കിൽ അങ്ങയോടൊപ്പം ഈ സമുദ്രത്തിൽ ഞങ്ങളും പ്രവേശിക്കും എന്ന്. ഈ സമുദ്രത്തിൽ എന്നല്ല, നബി പ്രവേശിക്കാൻ കൽപ്പിക്കുന്ന സമുദ്രത്തിൽ, മദീനയിൽ ഒരു കടലില്ലല്ലോ, ഞങ്ങളും പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറഞ്ഞു. ഇതാണ് അവരുടെ രീതി. അവിടെയാണ് ഉഹുദ് യുദ്ധത്തിൽ ആ സ്നേഹം എത്രമാത്രമാണെന്ന് നാം പഠിക്കുന്ന സംഭവങ്ങൾ ഏറെയുണ്ട്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അസ്ത്രങ്ങൾ വിരിമാറ് കാണിച്ച് ഏറ്റുവാങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന് നേരെ അസ്ത്രങ്ങൾ എയ്യുമ്പോൾ ചാടി ആ പച്ച മാംസത്തിൽ നബിയുടെ നേരെ വരുന്നത് നഹ്രി നഹ്രി ഇലാ നഹ്രിക്, നബിയെ അങ്ങയുടെ നെഞ്ചിന് നേരെ വരുന്നത് ഇതാ എൻ്റെ നെഞ്ചിൽ ഞാൻ ഏറ്റുവാങ്ങാം എന്ന ഭാവത്തിലാണ് അബൂ തൽഹ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഉമ്മു അമ്മാറ കടന്നു വന്നത്. ഉമ്മു അമ്മാറ ധീരയായൊരു വനിതയാണ്. അവർ വന്നു, വാളെടുത്ത് പൊരുതി നബിയുടെ ചുറ്റും നിന്ന്. ഉമ്മു അമ്മാറ ധീര വനിത, ഒരു സഹാബ വനിത. അവർ നേരെ ആദ്യം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ പ്രക്ഷുബ്ധമായ ഈ അന്തരീക്ഷത്തിൽ, യുദ്ധത്തിൻ്റെ ഗതി മാറിയ ഈ സാഹചര്യത്തിൽ തൻ്റെ ബാധ്യത നിർവഹിക്കുകയാണ് ഉമ്മു അമ്മാർ ചെയ്തത്. അവർ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി ഓടി നടന്ന് യുദ്ധം ചെയ്തു, നബിയുടെ ചുറ്റും നടന്നു. അത് കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭം, മദീനയിലൊക്കെ വാർത്ത വരുന്നത് നബി മരിച്ചുവെന്നാണ്, കൊല്ലപ്പെട്ടുവെന്നാണ്. ഉഹുദ് യുദ്ധത്തിൻ്റെ വാർത്ത, മോശപ്പെട്ട വാർത്തയാണ് മദീനയിൽ കിട്ടിയത്. ഇപ്പൊ വഴിയോരത്തൊരു സ്ത്രീ കാത്തിരിക്കുകയാണ്, പലരെ പോലെയും അവരും യുദ്ധവിവരം അറിയാൻ. അവർ ചോദിച്ചു, മാ ഫുഇല ബി റസൂലില്ലാഹ്, നബിയുടെ സ്ഥിതി എന്താണ് എന്നാണ് സ്ത്രീയുടെ ചോദ്യം. അപ്പോഴാണ് അതാ ഇബ്നുക്, നിന്റെ മകൻ രക്തസാക്ഷിയായി, ആ മകൻ്റെ ജനാസ ആ കൊണ്ടുവരുന്നത്. പിന്നെയും പെണ്ണ് ചോദിച്ചു, മാ ഫുഇല ബി റസൂലില്ലാഹ് സൗജുക് അഖൂക്, ഒന്ന് സഹോദരനാണ്, ഒന്ന് മകനാണ്, ഒന്ന് ഭർത്താവാണ്, ഒന്ന് പിതാവാണ്. 4 പേരും രക്തസാക്ഷിയായി എന്ന വിവരമാണ് സ്ത്രീക്ക് കിട്ടുന്നത്. അപ്പോഴും എൻ്റെ മകൻ എവിടെ, ഭർത്താവ് എവിടെ, പിതാവ് എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം അവരാവർത്തിച്ചു കൊണ്ടിരുന്നത് മാ ഫുഇല ബി റസൂലില്ലാഹ്, നബിക്കെന്തു പറ്റി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ എഴുന്നള്ളി വരുന്നത്. ഇതാ റസൂലുള്ളാഹ് അമാമക്, നബി അതാ നിന്റെ മുമ്പിൽ എന്നവരോട് പറയപ്പെട്ടു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, റസൂലേ, അങ്ങേക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അങ്ങേക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, സാരമില്ല നബിയെ. അവർ രക്തസാക്ഷികളായതിൽ അല്ല എനിക്ക് ദുഃഖം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെടുന്നതാണ്. സെയ്ദ് ഇബ്നു ദസ്ന അബൂ സുഫിയാന്റെ കസ്റ്റഡിയിലാണ്. സെയ്ദിനോട് അബൂ സുഫിയാൻ ചോദിച്ചു, അബൂ സുഫിയാന്റെ ചോദ്യം, നിനക്ക് വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാൻ സൗകര്യം ഉണ്ടാവുകയും നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഞങ്ങൾ വധിക്കുകയുമാണെങ്കിൽ എന്തായിരിക്കും നിന്റെ അഭിപ്രായമെന്ന് സെയ്ദിനോട് അബൂ സുഫിയാൻ ചോദിച്ചു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ല. അപ്പൊ സെയ്ദ് പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിൽ സുരക്ഷിതനായി നിൽക്കുകയും മുഹമ്മദുർ റസൂലുള്ള അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുകയും ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല, അസഹ്യമാണ്. എന്നിട്ടല്ലേ എൻ്റെ പകരം നബി കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടാം. ഇതായിരുന്നു സെയ്ദിൻ്റെ പ്രഖ്യാപനം. ഇതൊന്നും കേവല വാക്കുകളിൽ ഒതുങ്ങുന്ന സ്നേഹമാണെന്ന് പറയുന്ന സ്നേഹമല്ല. കൃത്യമായി അവരുടെ മനസ്സാണ് ആ തുറന്നു വെച്ചത്. അവരതിന് തയ്യാറായിരുന്നു, ആ പ്രവാചക കൽപ്പനകൾ സ്വീകരിക്കാൻ ഏതു പ്രതിസന്ധിയിൽ. അങ്ങനെയാണ് അവർ പഠിപ്പിക്കപ്പെട്ടത്. ആ സ്നേഹം
പ്രവാചകനു നേരെ അവർ കാണിച്ചു. ആ സ്നേഹമാണ് അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കിയത്. അവർ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. മഹാനായ സിദ്ദീഖിൻ്റെ, ഫാറൂഖിൻ്റെ, അതുപോലെയുള്ള പ്രമുഖ സഹാബിമാരുടെ കഥ നമ്മുടെ ഓർമ്മയിലുണ്ട്. അവർക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു നബിയോട്. ഉമറിൻ്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുള്ള സംഭവമാണ്. മരിച്ചു എന്ന് കേട്ടിട്ട് ഉമർ വിശ്വസിച്ചില്ല, കൊന്നുകളയും ഞാൻ. അവസാനം സിദ്ദീഖ് ആയത്തോതിയപ്പോഴാണ് ഇപ്പം ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുന്ന സന്ദർഭങ്ങളില്ലേ, ഇന്നക്ക മയ്യത്തും വൈന്നഹും മയ്യത്തൂൻ, നീയും മരിക്കും അവരും മരിക്കും എന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത്. അതുപോലെ ഉഹദിൽ അവതരിച്ച ആയത്തില്ലേ, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗ ഖുതിലൻ ഖലബ്തും അലാ കാബിക്കും ഫമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജിസില്ലാഹു ശാകിരീൻ എന്ന് തുടങ്ങുന്ന വചനം. മുഹമ്മദ് പണ്ട് ദൂതന്മാർ കഴിഞ്ഞു പോയൊരു ദൂതൻ മാത്രമാണ്. അദ്ദേഹം വധിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിയണോ? ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അത് അള്ളാഹുവിന് അശേഷം ബുദ്ധിമുട്ട് വരുത്തുകയില്ല, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് അർത്ഥം വരുന്ന ആയത്ത്. അപ്പം നബി കൊല്ലപ്പെടാം, മരിക്കാം എന്ന് സൂചിപ്പിക്കുന്ന വചനം. ഇത് കേട്ടപ്പോൾ മാത്രം ശാന്തനായ ഉമർ. നബിയോട് എന്തൊരു സ്നേഹമായിരുന്നു നബി അദ്ദേഹത്തിന്. എന്നിട്ട് അവരൊന്നും കാണാത്ത സിദ്ദീഖോ ഫാറൂഖോ അലിയോ ഉസ്മാൻ ബിൻ അഫ്ഫാനോ കാണാത്ത സ്നേഹമാണ്, കേൾക്കാത്ത സ്നേഹ പ്രകടനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വഴിയോരങ്ങളിലെല്ലാം തൂക്കിയ തോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ പ്രകടമായ രൂപമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ മാസം മുഴുവനും പണ്ടൊന്നുമില്ലാത്ത രീതിയിൽ ആദ്യം മുതൽ മാസത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ മൗലിദുകളാണ്. സിദ്ദീഖ് ഉണ്ടാക്കിയതാണോ ഇത്? നബി കൽപ്പിച്ചതാണോ? ഉമർ ഫാറൂഖിൻ്റെ കാലത്താണോ? അലിയുടെ കാലത്താണോ? ഉസ്മാന്റെ കാലത്താണോ? വേണ്ട. അഹ്ലുസുന്നത്തിൻ്റെ എത്രയോ പ്രമുഖന്മാരായ മഹാപണ്ഡിതന്മാർ, ഷാഫിയും അഹ്മദ് ബിൻ ഹംബലും മാലിക്കും അതുപോലെ അബൂ ഹനീഫത്തുൽ കൂഫിയും റഹിമഹുമുല്ലാ, ഈ പ്രമുഖന്മാരായ ഇമാമുകളെല്ലാം മരിച്ചുപോയി. അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായം ആരും കേട്ടിട്ടില്ല. പിന്നെ ആരാണ് ഈ സമ്പ്രദായം ഉണ്ടാക്കിയത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഇമാമുകളോ പണ്ഡിതന്മാരോ ആണോ? ഇമാം മാതുരീദിയാണോ? ഇമാം അശ്ശരിയാണോ? ആരുമല്ല. പിന്നെ ആരാണ്? ഷിയാക്കളാണ്, ഒറിജിനൽ ഷിയാക്കൾ. ഹിജറ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫാത്തിമിയ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട റാഫിളിയ ഷിയാക്കളാണ്, തീവ്രവാദി ഷിയ ഗ്രൂപ്പാണ് മൗലിദിൻ്റെ തുടക്കം കുറിച്ചത്. അവരന്ന് മൗലിദ് ഉണ്ടാക്കിയപ്പോൾ 6 മൗലിദുകൾ ഉണ്ടാക്കി. ഒന്ന് നബിക്ക്, ഒന്ന് ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ, അന്നത്തെ ഭരണാധികാരി. 6 മൗലിദുകളാണ്. ആകെ ഈ കുടുംബത്തിനാണ് പ്രധാനം, നബി കുടുംബം. അതിലപ്പുറം ഒരു ചിന്ത തന്നെ ഈ ആളുകൾക്കില്ല, ഷിയാക്കൾക്ക്. നബി കുടുംബവുമായി ചുറ്റിപ്പറ്റി അവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ. ആയിഷ വ്യഭിചാരിണിയാണ്. ഖുർആനിലെ സൂറത്തു നൂറിലെ 10 ആയത്തുകൾ അവതരിച്ച സംഭവമില്ലേ? ഷിയാക്കൾ പറയുന്നത് ആയിഷ ശരിയാണ്, വ്യഭിചാരിണിയാണ് അവരെന്നാണ്. അപ്പം നമ്മുടെ ശേഖനൂർ മൗലവി കുറേ കാലം പ്രസംഗിച്ചു നടന്നിരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ, വമ്പൻ പ്രസംഗങ്ങൾ. അന്ന് അദ്ദേഹം പലതും പറഞ്ഞു. അനസ് റളിയല്ലാഹുവിനെ അനുസുട്ടി എന്നാ പറയാം, പാവം അനസ് റളിയല്ലാഹു. അബൂ ഹുറൈറയെ വായ തുറന്നാൽ ജൂതൻ എന്നാണ് വിളിക്കുക, കേട്ടിട്ടില്ലേ? നമ്മൾ വിചാരിച്ചത് ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും അദ്ദേഹം പരതി എടുത്ത വിജ്ഞാന ശകലങ്ങളാണ് ജനങ്ങൾക്ക് കൈമാറുന്നതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിജ്ഞാനം മുഴുവനും ഷിയാ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഷിയാക്കളാണ് ഈ സഹാബിമാരെ ഈ വിധത്തിൽ അപമതിക്കുകയും അവഗണിക്കുകയും അവർക്കെതിരിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. മുആവിയെ ചീത്ത പറഞ്ഞു. എന്തിനധികം അലി റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ള പ്രമുഖ ഖലീഫമാരായ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും റളിയല്ലാഹു അൻഹും ഈ ആളുകൾ പരിഹസിക്കും. ഒരു പ്രയാസകരമായ അനുഭവം, ഞാനത് അല്പമൊന്ന് മിനുക്കി പറയാം.
നബിയുടെ ഖബറിൻ്റെ അടുത്ത് ഒരാൾ വന്നു എന്ന് മാത്രം പറയട്ടെ. ആ സന്ദർഭം ഞാൻ വിവരിക്കുന്നില്ല, ഇത് റിക്കാർഡാണ്. അതുകൊണ്ട് കാരണം നബിയുടെ ഖബറിൻ്റെ അടുത്ത് വന്നു ഒരു രാഷ്ട്രത്തലവൻ ഷിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് നേരെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുകയും മല്ലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖിന്റെ ഖബറിന് നേരെയും ഫാറൂഖിന്റെ ഖബറിന് നേരെയും തുപ്പുകയും ചെയ്തു. ആ മനുഷ്യൻ, അറബി സംസാരിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, ഏറ്റവും കൂടുതൽ അപഹസിക്കുന്ന രീതിയാണ് ഈ തുപ്പ് എന്നത്, മോത്തുക്ക് തുപ്പ്. അബൂബക്കർ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖിന്റെ ഖബറിന് നേരെ, ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖിന്റെ ഖബറിന് നേരെ തുപ്പി. അമ്പിച്ച പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമാണത് പവിത്രമായ മദീനയിൽ. ഇത് ഷിയാ വിശ്വാസമാണ്. ഷിയാക്കൾക്കാകെ ഇവരാണ്. പ്രവാചകനെ തന്നെ, അലിയെയും ഫാത്തിമയെയും ഇവരെ കുറിച്ച് എന്തും പറഞ്ഞുണ്ടാക്കും. അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്. ലോകം സൃഷ്ടിക്കുമ്പോൾ അവരുണ്ടെന്നല്ലേ ഷിയാ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ജാഫർ സാദിഖിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വാക്ക്, കുന്ന ഇൻദല്ലാഹ്, കുന്ന ഇൻദല്ലാഹ് വലൈസ മാനാ അഹദുൻ സിവാനാ ഫബദാലഹു സുമ്മ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ് ഫഖലഖ സ്സമാവാതി വൽ അർദ്. ഞങ്ങളുണ്ടായിരുന്നു അവിടെ. ആരായി? ഞങ്ങൾ, നബി കുടുംബം. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ അടുത്ത്. ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല. അപ്പൊ അള്ളാഹുവിനിങ്ങനെ ബോധം വന്നു. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാണ് നമ്മൾ. മാ അശ്ഹത്തുഹും ഖൽഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടില്ല. ഒരാളെയും പടച്ചോൻ സാക്ഷിയാക്കിയിട്ടില്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്. പടച്ചോൻ പറയും, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അപ്പോഴാണ് പടച്ചോന് സൃഷ്ടിക്കണം തോന്നിയത്, സൃഷ്ടിച്ചു എന്നാണ്. നമ്മളിവിടെ ഈ മൗലിദ് യോഗത്തിലൊക്കെ നമ്മുടെ പാവം കുട്ടികൾ ചൊല്ലി നടക്കുന്ന കൂട്ടത്തിൽ കേൾക്കാറില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് യോഗത്തിലെ പ്രസംഗങ്ങൾ കേൾക്കാറില്ലേ? ആദ്യത്തെ സൃഷ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നൂറാണ്, പ്രകാശമാണ്. അതിൽ നിന്നാണ് പിന്നെ ലോകം ഉണ്ടായത്. അള്ളാഹു പിന്നെ സൃഷ്ടിച്ചു. ഇതൊക്കെ ഷിയായിസമാണ്, ഷിയാക്കൾ ഉണ്ടാക്കിയ കള്ളക്കഥകൾ. ചില മൗലിദ് കിതാബുകളിൽ ഫാത്തിമ ബീവിയുടെ പേരിൽ മൗലിദ് കിതാബുണ്ട്. ആ മൗലിദ് കിതാബിൽ ദുർറത്തുൽ മാഷൂക്കീൻ എന്ന മൗലിദ് കിതാബിൽ ഒരു ഹിക്കായത്തുണ്ട്. ഹിക്കായത്ത് അറിയാമല്ലോ, മുസ്ലിയാര് മുല്ലമാര് വായിക്കുന്ന ഭാഗങ്ങളാണ് ഹിക്കായത്ത്. ആ കഥ ആലപിക്കുന്ന ഗാനങ്ങളുടെ ഇടയിൽ വായിക്കപ്പെടുന്ന ഹിക്കായത്തുകൾ. അതിലൊരു ഹിക്കായത്തിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലമ്മാ ഉസ്തിയബി. സന്ദർഭം എന്താണ്? എനിക്ക് ലജ്ജ തോന്നുന്നു, പക്ഷേ ഒരു കാര്യം മറച്ചു വെക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ പറയാം. ഫാത്തിമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിൽ ആയിഷയ്ക്ക് തന്നെ പ്രതിഷേധം തോന്നുന്ന പെരുമാറ്റം. തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ തുറന്നു പറയാം, ചുംബിക്കും. ഫാത്തിമയെ ചുംബിക്കുന്നു മാത്രമല്ല, ഒരു മകളെ പിതാവ് ചുംബിക്കുന്നത് തെറ്റല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് ആയിഷയുടെ വായിലിട്ട് ഉറിഞ്ചുമെന്നാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ഇതൊരു മൗലൂദാണ്, അതുകൊണ്ട് പറയാം. ഇത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എന്താണിത്? ചോദിക്കില്ലേ ഒരു ഭാര്യ? സ്വന്തം മകളുമായി ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഭാര്യ പ്രതിഷേധിക്കും. അവർ ആ മാനുഷികമായ വികാരം പ്രകടിപ്പിച്ചു. അപ്പൊ നബി പറയാ, ലമ്മാ ഉസിരിയ ബി അദ്ഖലനി ജിബ്രീലുൽ ജന്ന ഫനാവലനി തുഫാഹ ഫഅകൽതുഹ ഫലമ്മാ നസൽതു മിനസ് സമായി വഅഖഅതു ഖദീജ ഫഫാത്തിമ മിൻ തിൽക നുത്ഫ ഫലമ്മാ ഇസ്തഖ്തു ഇലാ തിൽക നുത്ഫത്തി ഖബ്ബൽതുഹ. നബി വിശദീകരിക്കുക, ഐഷ, ഇസ്രായിന്റെ രാത്രിയിൽ എന്നെ ജിബ്രീൽ സ്വർഗത്തിൽ കൊണ്ടുപോയി. സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എനിക്കൊരു ആപ്പിൾ തന്നു. ഞാൻ ആ ആപ്പിൾ കഴിച്ചു. അതിനുശേഷം ഭൂമിയിൽ ഇറങ്ങി വന്ന ശേഷമാണ് ഞാൻ ഖദീജയുമായി ബന്ധപ്പെട്ടത്. അതിലുണ്ടായ കുട്ടിയാണ് ഈ ഫാത്തിമ എന്നാണ് കഥയുടെ ചുരുക്കം. അപ്പോൾ ആ ബീജം എനിക്ക് ഓർമ്മ വരുമ്പോൾ എന്നാണ് ഫലമസ്തഖ്തു ഇലാ തിൽക നുത്ഫ എന്നാണ് ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ ഞാൻ ഫാത്തിമയെ ചുംബിക്കുകയാണ് എന്ന്
ആ തിന്ന ആപ്പിളിൻ്റെ വാസന അനുഭവിക്കാൻ ഞാൻ അവളെ ചുംബിക്കുകയാണ് എന്ന് നബി ന്യായം പറയുകയാണ്. ഈ കള്ളക്കഥ ഷിയാക്കൾ പഠിച്ചുണ്ടാക്കിയത് എന്തിനാ? ഫാത്തിമ ബീവിയെ വലുതാക്കാൻ. ഫാത്തിമ ബീവിയെ വലുതാക്കണം, ഹുസൈനെ വലുതാക്കണം, ഹസനെ വലുതാക്കണം. അതാണ് കർബലയും അതോടനുബന്ധിച്ച എല്ലാ കഥകളും ഇതിനു വേണ്ടിയുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കണം. നബി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നബിയെ ചെറുതാക്കി അലിയെ വലുതാക്കും. അതല്ലേ ഇസ്രായിൻ്റെ രാത്രിയിൽ സംഭവിച്ചത്? ഇസ്രായിൻ്റെ രാത്രി പറയുകയാണ്, ഒരു കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സൽക്കരിക്കുക, അർശിൻ്റെ മുകളിൽ ഒരു സൽക്കാരം നടത്തി അള്ളാഹു. കാരണം നബി വന്നതല്ലേ, അപ്പോൾ ഒരു വമ്പിച്ച സൽക്കാരം അള്ളാഹു സംഘടിപ്പിച്ചു. നബി കഴിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം. അപ്പോഴൊരു കൈ ഇങ്ങനെ പൊന്തി വരിക. അപ്പോൾ ആ കയ്യിലൊരു ഉരുള വെച്ചു കൊടുത്തു. നബിയല്ലേ, മനുഷ്യസ്നേഹിയായ പ്രവാചകന് ഒരു കൈ ഇങ്ങനെ കണ്ടപ്പോൾ ആ കയ്യിലൊരു ഉരുള വെച്ചു കൊടുത്തു. ആ കൈ അപ്രത്യക്ഷമായി. അർശിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സിംഹം വാ പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന, നബിയെ നിന്റെ കയ്യിലെ മോതിരം ഊരി ആ സിംഹത്തിൻ്റെ വായിൽ വെച്ചു കൊടുക്കുക. നബി അത് ചെയ്തു. അപ്പോൾ സിംഹം അപ്രത്യക്ഷമാണ്. നബി വന്നു. രാത്രി ഉണ്ടായ സംഭവങ്ങളെ പറ്റി നബി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചു? പടച്ചോൻ്റെ സൽക്കാരം, ഇറങ്ങി വരുമ്പം കണ്ട സിംഹം, അപ്പുറത്തെ ഒരു കണ്ട കൈ, അതിൽ ഉരുള വെച്ചു കൊടുത്തത്, ഇതൊക്കെ ഇങ്ങനെ ഓർക്കുക നബി. അപ്പോൾ ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു മോതിരവും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആ മോതിരം നബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ആരായിരുന്നു വന്നയാൾ? അലി. മോതിരം തലേന്ന് കൊടുത്ത മോതിരം. പക്ഷിപ്പാട്ടു തന്നെയല്ലേ? പക്ഷിപ്പാട്ടും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷിപ്പാട്ടു എന്ന് പറഞ്ഞാൽ അക്ബർ സദക്ക എന്നൊരു പക്ഷി ഇണപ്പക്ഷിയുമായി തെറ്റിപ്പിരിയ. ഇണപ്പക്ഷി തെറ്റാൻ കാരണം എന്താ? സാധാരണ ഒരു മുട്ടയിടുന്ന ഈ പക്ഷി അന്ന് 2 മുട്ടയിട്ടു. അപ്പം എന്താടി 2 മുട്ടയിടാൻ എന്നായി അക്ബർ സദക്ക. അപ്പം അവർക്ക് പ്രത്യേക ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, ഒരവിഹിത ബന്ധത്തിൽ നിനക്ക് മറ്റൊരു മുട്ട കൂടി ലഭിച്ചു എന്നാണ് അക്ബർ സദക്കയുടെ ആരോപണം. കാരണം സാധാരണ ഒരു മുട്ടയില്ലേ ഇട, 2 മുട്ട എന്തുകൊണ്ടാ? അത് അവിഹിതമായി നീ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഭാര്യയെ, ഇണപ്പക്ഷിയെ അക്ബർ സദക്ക എന്ന പക്ഷി കൊത്തിപ്പുറത്താക്കി. അപ്പൊ ഈ സാധു പക്ഷി നബിയുടെ അടുത്ത് വന്ന് നബിയോട് സങ്കടം പറഞ്ഞു, റസൂലേ എന്നെ ഇങ്ങനെ അക്ബർ സദക്ക പുറത്താക്കി. അങ്ങനെ സഹാബിമാരിൽ ചിലരെ പറഞ്ഞയച്ചു. അബൂബക്കർ സിദ്ദീഖിനെ അടക്കമുള്ളവരെ പറഞ്ഞയച്ചു അക്ബർ സദക്കയെ ഉപദേശിക്കാൻ. അക്ബർ സദക്കയോട് പറഞ്ഞപ്പോൾ അക്ബർ സദക്ക പറഞ്ഞു, അത് വേറെ ചിലത് നടക്കാനുണ്ട്, അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. അവർ തിരിച്ചയച്ചു, അനുസരിച്ചില്ല. അങ്ങനെ ഒരു നബി ഉണ്ടെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ധിക്കാരപൂർവ്വമാണ് അക്ബർ സദക്ക പെരുമാറുന്നത്. അപ്പം നബി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, അല്ലോ അലി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അലിയല്ലേ മഹാൻ, വേറെ ഉള്ളവരൊക്കെ മോശമാണല്ലോ. അപ്പം അലി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് നബി വിചാരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉണ്ട്, വളരെ ദൂരമായിരുന്ന അലി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അലിയോട് പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കണം, അക്ബർ സദക്കയുടെ അടുത്തൊന്ന് പോകണം. നബിയുടെ നിർദ്ദേശപ്രകാരം അക്ബർ സദക്കയുടെ അടുത്ത് ഇയാൾ പോവാണ്, അലി പോവാണ്. അലി പറഞ്ഞപ്പോൾ പക്ഷി കുറച്ച് ഗൗരവത്തിലാണ്. അലിയാർ പറഞ്ഞാലും കാര്യമില്ല. ഇങ്ങനെ ഒരു നബി ഉണ്ടെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ടത് അബൂ ഉബൈദയുടെ കുട്ടിയെ പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇഫ്രീത്ത് ജിന്ന് തട്ടിക്കൊണ്ടുപോയി ദ്വീപിൽ താമസിച്ചിരിക്കുകയാണ്. എത്ര കൊല്ലമായി? ഇതുവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ? നബിയാണെങ്കിൽ അതല്ലേ കാണേണ്ടത് എന്നായി അക്ബർ സദക്ക. പക്ഷി വാശിയിലാണ്. അലി പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പം അലിക്കും വാശിയായി. അപ്പം അലി എന്ത് ചെയ്തു? വാളെടുത്ത് ആ ദ്വീപിലേക്ക്, ഇഫ്രീത്ത് രാജന്റെ കൊട്ടാരത്തിലേക്ക് അബൂ ഉബൈദയുടെ മകളെ മോചിപ്പിക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് ഈ കഥ. അലിയെ, ഈ കുടുംബത്തെ ചെയ്തിട്ടാണ്. അതാണ് ഫാത്തിമ മൗലൂദിൽ പറയുന്നത്. ഷിയാക്കളുടെ പൊതുധാരണയും അത് തന്നെയാണ്. ലീ ഖംസതുൻ ഉത്ഫീ ബിഹിം ശർറൽ വബായിൽ ഹാത്തിമാ അൽ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമാ വൽ ഫാത്തിമ. എനിക്ക് 5 പേരുണ്ട്, എല്ലാ വിപത്തുകളും ഞാൻ അവരെ കൊണ്ട് ചെറുക്കും. ആരാണ് 5 പേർ? അൽ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമാ വൽ ഫാത്തിമ. നബിയും അലിയും ഹസനും ഹുസൈനും ഫാത്തിമയും ഇവരാണ്.
ഈ ഫാത്തിമ ബീവിയെയും നബിയെയും ചുറ്റിപ്പറ്റി കള്ളക്കഥകൾ നിർമ്മിച്ചുണ്ടാക്കിയത് ഷിയാക്കളാണ്. അവർക്ക് വേണ്ടത് മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, എല്ലാ കഥയിലും അവർക്കൊക്കെ ഓരോ ചൊട്ട. അത് സിദ്ദീഖിനുണ്ടാകും, ഫാറൂഖിനുണ്ടാകും, മുആവിയക്കുണ്ടാകും, ഉസ്മാനുണ്ടാകും, സർവർക്കും ഉണ്ടാകും. പക്ഷേ ഇവർ 5 പേരും അപ്പോഴും ഇങ്ങനെ പൊന്തി നിൽക്കും. ഇവർ മഹാന്മാരാണ്, നമ്മൾ അംഗീകരിക്കണം. പക്ഷെ അതോടൊപ്പം അവർ മാത്രമാണ് മഹത്തുക്കൾ എന്ന പാഠമല്ല നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതല്ലേ നമ്മൾ പഠിച്ച മറന്ന കുപ്പിപ്പാട്ട്. കുപ്പിപ്പാട്ടിൻ്റെ കഥ ഇത് തന്നെയല്ലേ. കുപ്പിപ്പാട്ട് ബിലാലിനോട് നബി പറയുക, ബിലാലെ ഒരു പെണ്ണ് കെട്ടണം, കല്യാണം കഴിക്കണം. ബിലാൽ ചോദിച്ചു, നബിയെ നല്ല പെണ്ണുങ്ങളെവിടെ? നല്ല സ്ത്രീകളെ കിട്ടാനില്ല, ഒക്കെ മോശമാണ് ഈ സാധനങ്ങൾ, സ്ത്രീകൾ വളരെ മോശമാണെന്ന് ബിലാൽ പ്രതികരിക്കുക. നബി നിർബന്ധിച്ചു കല്യാണം കഴിക്കണം എന്ന് പറയും. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വരുമ്പോൾ ആകെ വാടിയ മുഖം. നബി ചോദിച്ചു, എന്തുണ്ടായി ബിലാൽ? ബിലാൽ പറഞ്ഞു, നബിയെ ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ സ്ത്രീകൾ മോശമാണെന്ന്. ഇപ്പൊ കണ്ടോ, ഞാൻ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വരുമ്പോൾ അവിടെ ഒരാൾ വരികയാണ്. കള്ളപ്പുരുഷൻ എന്നാണ് പാട്ടിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു കള്ളപ്പുരുഷൻ, ഒരു കള്ളം വരികയാണ്. അപ്പം നബി ഇതാണോ പ്രശ്നം? സാരല്ല, നീ ഇത് കൊണ്ടുപോയിക്കാന്ന് കുപ്പി എടുത്തു കൊടുത്തു. ഈ കുപ്പി ബെഡ്റൂമിൽ കൊണ്ടുപോയിച്ചു. പിറ്റേന്ന് അയാൾ വന്നപ്പോൾ കുപ്പി എടുത്തു നോക്കി, കുപ്പി അയാൾ കയ്യിലൊട്ടി. ബിലാലിൻ്റെ ഭാര്യ വന്നു, അവളും ഒട്ടി. ദാസി വന്നു, അവളും ഒട്ടി. തൊട്ടവർ കുപ്പിയിലൊട്ടി. ഒരു കുപ്പിയും ഒരു കട്ട മനുഷ്യന്മാരും ബിലാലിൻ്റെ വീട്ടിൽ. പ്രശ്നം നബിയുടെ ചെവിയിലെത്തി. നബി യോഗം വിളിച്ചു. നബി ഒരു സുപ്രധാന യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടക്കമുള്ളവരുണ്ട്. എന്തിന് ഉസ്മാൻ എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഷിയാക്കൾ ചെളി വാരി എറിഞ്ഞതും അലി ശരീഅത്തിയെ പോലുള്ളവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചും മറ്റും അദ്ദേഹത്തെ താറടിച്ചതും മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രകാരന്മാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിൽ നബി ചോദിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ വ്യഭിചരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന്. ആർക്കും ധൈര്യമില്ല, എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഉസ്മാൻ അടക്കമുള്ളവർ മിണ്ടുന്നില്ല. അവസാനം അവിടെ ഒരാൾ എഴുന്നേറ്റു. ആരാണത്? ഫാത്തിമ ബിന്തു റസൂലില്ല, നബിയുടെ മകൾ ഫാത്തിമ. നബി ചോദിച്ചു, ഫാത്തിമ ധൈര്യമാണോ? ഫാത്തിമ പറഞ്ഞു, ധൈര്യമാണ്. എന്നപ്പോ പോയി ഫാത്തിമ കുപ്പി പിടിച്ചപ്പോൾ ഫാത്തിമയുടെ കയ്യിൽ കുപ്പി പോന്നു. പ്രശ്നം തീർന്നു. എന്തിനാണ് ഈ കള്ളക്കഥ ഉണ്ടാക്കിയത്? മുഹാജിറു മിൻ മക്ക കാനല്ലാഹ്, അൽ മുഹാജിറു മിൻ മക്ക കാനല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് അല്ലാഹു ആണ് എന്ന്. അഥവാ അള്ളാഹുവിൻ്റെ അവതാരമായി ദിവ്യത്വം പ്രവാചകനിൽ ആരോപിക്കുന്ന വിധത്തിലാണ് ഇബ്നു അറബിയുടെ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ തുടങ്ങിയ ആശയങ്ങൾ. ഇബ്നു അറബി ഉണ്ടാക്കിയ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, മുഹമ്മദീയ യാഥാർത്ഥ്യം എന്ന പേരിൽ ഒരു തത്വമുണ്ട്. മുഹമ്മദ് നബിയാണ് അച്യുതണ്ട്, ലോകമാകെ ഭരിക്കുന്നതും നയിക്കുന്നതും ലോകത്തിൻ്റെ സൃഷ്ടിപ്പും സർവ നിയന്ത്രണങ്ങളും ഈ മുഹമ്മദ് നബിയിൽ നിക്ഷിപ്തമാണ് എന്ന വിധത്തിലാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന തത്വം. അതിൻ്റെ ഭാഗമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് നബിയാണെന്നാണ് നാം പഠിച്ച പാഠം. ആ മുഹാജിർ ഖാൻ അല്ലാഹുവാണ് പോയത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഈ വിധത്തിലുള്ള വളരെയേറെ തെറ്റായ ഇൻഹിറാഫാത്തുകളുള്ള വ്യതിയാനങ്ങളുള്ള ആശയങ്ങളാണ് ഈ മൗലിദ് ഗ്രന്ഥങ്ങളിലൂടെ എഴുതുന്നത്. അതിലേറെ അവരോട് നേരിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പോൾ മങ്കൂസ് മൗലിദ് ഓർമ്മയില്ലേ? ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്നി വഅദദ് ലേക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി നബിയെ, അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നുവെന്ന് നബിയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാരിൽ ചിലർ ഒരിക്കൽ വന്നു പറഞ്ഞു, യാ സയ്യിദനാ വബ്ന സയ്യിദിനാ യാ ഖൈറനാ വബ്ന ഖൈരിനാ, ഉത്തമന്റെ പുത്ര, നേതാവേ നേതാവിൻ്റെ മകനെ എന്ന് വിളിച്ചു. നബി പറഞ്ഞു, ലാ യസ്തഹ്വിയന്നകും ശൈത്താൻ, നിങ്ങളെ പൈശാചികമായിട്ടുള്ള യാതൊരു സ്വാധീനവും നിങ്ങൾക്കില്ലാതിരിക്കട്ടെ. നിങ്ങൾ പറയേണ്ടത് ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു. നിങ്ങൾ പറഞ്ഞോളൂ, കൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ദൂതൻ. ഇതാണ് എനിക്കിഷ്ടം. അതാണ് നബി. ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ അമിതമായി ക്രിസ്ത്യാനികൾ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത് എന്നാണ് നബി പറഞ്ഞത്.
എന്നാലും നമ്മുടെ ആളുകൾ വാഴ്ത്തി വാഴ്ത്തി ജനിക്കുമ്പോൾ തന്നെ ശാപതടാകം വറ്റിപ്പോയി. പേർഷ്യക്കാരുടെ തീ പൊലിഞ്ഞുപോയി. വർഷങ്ങളായി, ആയിരക്കണക്കായ വർഷമായി കത്തി കൊണ്ടിരുന്ന തീ പൊലിഞ്ഞുപോയി. സർവ്വ വിഗ്രഹങ്ങളും തലകുത്തി വീണു. ശാപ തടാകം വറ്റി വരണ്ടു. ഇതൊക്കെ ജനിക്കുമ്പോൾ തന്നെ. പിന്നെ ജനിച്ചു കഴിഞ്ഞ ശേഷം പറയാനൊന്നുമില്ലാഞ്ഞിട്ട് ചില മൗലിദുകളിൽ സാഹിബുൽ ഖബ്ഖാബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സാഹിബുൽ അസാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ മെതടിയിട്ട നബി, വടിക്കാരനായ നബി, പ്രശംസയാണ്. അപ്പൊ എന്തും പറയാം, പ്രശംസിക്കുക തന്നെ, എങ്ങനെയെങ്കിലും പ്രശംസിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുക. അതാണ് അള്ളാഹുവിനെ ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം അള്ളാഹുവാണ് ഇതര പോയത് എന്ന് പറയാൻ മാത്രം ധാർഷ്ട്യം കാണിക്കുക. സൃഷ്ടിപ്പിന്റെ സമയത്ത് ഇവർ പങ്കാളികളാണ്, അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് അള്ളാഹു സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് വരുത്തുക. ഈ വിധത്തിലുള്ള തുടക്കം കുറിക്കപ്പെട്ട മൗലിദ് അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഏത് മൗലിദുകൾ എടുത്തു നോക്കിയാലും അതിൽ ഈ നിറാഫ് കാണും, വഴുതലുകൾ കാണും. പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവരോട്, ഈ പ്രവാചകനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന വിധത്തിലാണ് ഈ മൗലിദുകൾ വിരചിതമായിട്ടുള്ളത്. അത് ഉണ്ടാക്കിയത് 4-ാം നൂറ്റാണ്ടിൽ ഒറിജിനൽ ഷിയാക്കളാണ്, ഫാത്തിമിയാക്കളാണ്. അഹ്ലുസുന്നത്തിൻ്റെ ആരും അതിൻ്റെ നേതൃസ്ഥാനത്തില്ല. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണ് നാടൊട്ടാകെ ഇത് പ്രചരിപ്പിക്കുന്നത്. മൗലിദ് കഴിക്കാത്തവർ നബി സ്നേഹം ഇല്ലാത്തവർ എന്നല്ലേ നാം കേൾക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന എത്രയെത്ര പരാമർശങ്ങളാണ്. ഇവിടെ ബുർദ ആസ്വാദനം നാം കേൾക്കാറുണ്ട്. ആസ്വദിക്കാൻ പറ്റിയ ഒരു കവിതയാണ്, അത് സത്യം. പക്ഷേ നല്ല ഈണത്തിൽ പാടാം, നല്ല രാഗത്തിൽ പാടാം, താളാത്മകതയുണ്ട്, സ്വരമാധുരി ഉണ്ടെങ്കിൽ കേട്ടിരുന്നു പോകുന്ന കവിതയാണ് ബുർദ. സംശയമില്ല, അറബി സാഹിത്യത്തിൽ വളരെ മികവുറ്റ ഒരു കൃതിയാണ്. എന്നാൽ അതിലെ ആശയങ്ങളോ മുഹമ്മദ് നബിയോട് പറയാണ്, നബിയോട് പറയാ എന്താ, നബിയെ ദുനിയാവും ആഖിറവും അങ്ങയുടെ വരദാനമാണ്. നബിയുടെ ദാനമാണോ ദുനിയാവും ആഖിറവും? നബി അള്ളാഹുവിൻ്റെ അബ്ദാണ്, അടിമയാണ്. എത്ര മഹാനായ റസൂലുള്ളയും അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. പടച്ചോൻ ഖാലിക്കാണ്, നബി മഖ്ലൂക്കാണ്. ദുനിയാവും ആഖിറവും നബിയുടെ സൃഷ്ടിയാണോ? ആണെന്നാണ് ബുർദക്കാരൻ പറയുന്നത്. കലമിൻ്റെയും ലൗഹിൻ്റെയും സർവ്വ വിജ്ഞാനങ്ങളും നബിയെ അങ്ങയുടെ വിജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ നബിക്കെല്ലാം അറിയാമെന്നാണ്. ഖുർആനെതിര് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യം അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ള ഒരാളും അറിയില്ല. ജിബ്രീലിനെ പറ്റി പറയാൻ പറ്റുമോ ജിബ്രീൽ ആലിമുൽ ഗൈബാണെന്ന്, എല്ലാം അറിയുന്നവനാണെന്ന് ജിബ്രീലിനെ കുറിച്ച് പറയാൻ പറ്റുമോ? മുഹമ്മദ് നബിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത നബിയുടെ ഗുരുനാഥനായ ജിബ്രീലിനെ കുറിച്ച് പോലും ആലിമുൽ ഗൈബാണെന്ന് പറയാൻ പാടില്ല എന്നാ ഖുർആന്റെ നിയമം. എന്നിട്ട് മുഹമ്മദ് നബിക്ക് ലൗഹിലെയും കലമിലെയും സർവ്വ അറിവുകളും നബിയുടെ അറിവാണ് എന്ന് പറയുന്ന ബുർദയാണ് ആസ്വാദനത്തിന് വേണ്ടി നബി സ്നേഹത്തിന്റെ പേരിൽ പാടി നടക്കുന്നത്. എത്ര മൗലിദുകൾ, അബദ്ധജടിലമായി മൗലിദുകളാണ് മുഹമ്മദ് നബിയുടെ സ്നേഹത്തിന്റെ പേരിൽ ആഘോഷവേളകളിൽ ചൊല്ലപ്പെടുന്നത്. ഇത് സ്നേഹമാണ് എന്നത് നാം തിരിച്ചറിയണം. അല്ലെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ, എന്താണ് സ്നേഹം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ള അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ആർക്കും പ്രശ്നമല്ല, അതൊന്നും ആർക്കും പാഠവുമല്ല. നബിയുടെ സ്വഭാവങ്ങളോ അതും വേണ്ട. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ കൽപ്പനകൾ അംഗീകരിക്കലാണ്, പ്രവാചകന്റെ മാർഗം സ്വീകരിക്കലാണ്. അവിടുന്ന് സഹിച്ച ത്യാഗങ്ങൾ ആർക്കും പ്രശ്നമല്ല. നബി ക്ഷമിച്ചു, സഹിച്ചു. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും നബി പറഞ്ഞത് എന്താ? പരിഭവങ്ങൾ കാണിക്കാത്ത നബി. സാഹിർ എന്ന് വിളിച്ചു, ആഭിചാരി. ഷായിർ എന്ന് വിളിച്ചു, നല്ല പേരല്ല. ഇന്ന് നമ്മൾ കവി എന്ന് പറഞ്ഞാൽ വല്ല നല്ല പേര്, പക്ഷെ അവർ കവി എന്ന് വിളിച്ചത് അങ്ങനെയല്ല. അവർക്ക് കവിതയെ പറ്റി ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. തദടിസ്ഥാനത്തിലാണ് നബിയെ ഷായിർ, കവി എന്ന് വിളിച്ചത്. മജ്നൂൻ എന്ന് വിളിച്ചു, ഭ്രാന്തൻ. കാഹിൻ, ജോത്സ്യൻ എന്ന് വിളിച്ചു. കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്തപ്പോഴും നബി പറഞ്ഞൊരു വാക്കുണ്ട്, യർഹമില്ലാഹു അഖീ മൂസ ലഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബർ. എൻ്റെ സഹോദരൻ മൂസയ്ക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ.
ഇതിനേക്കാൾ എത്രമാത്രം പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു, എന്നിട്ടും മൂസ ക്ഷമിച്ചില്ലേ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്ര സങ്കടപ്പെട്ടു, ഇങ്ങനെ ഇടങ്ങാറാക്കിയെന്നൊന്നും നബി പറഞ്ഞില്ല. ആരാ നബി? ഖുറൈശിയാണ്, ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബക്കാരന്. എന്നിട്ട് പോലും പീഡനങ്ങൾ സഹിച്ചു റസൂലുള്ളാഹി. നബി ക്ഷമിച്ചു. ആ സഹനമാണ് പ്രവാചകന്റെ ജീവിതത്തിലെ സുപ്രധാനമായ സ്വഭാവങ്ങളിലൊന്ന്. എല്ലാ നല്ല സ്വഭാവങ്ങളും അതാണ്. ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. സൽസ്വഭാവിയായിരുന്നു നബി, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ എപ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാളാണ്, നമുക്ക് പ്രിയങ്കരനാണ്. ആ പ്രവാചകൻ നമ്മുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒന്നാമതായി നാം ഇഷ്ടപ്പെടുന്നത് ആ പ്രവാചകനെയാണ്. ആ നബിക്ക് വേണ്ടി നാം വാദിക്കണം. ആ പ്രവാചകന്റെ ജീവിതം നാം അനുകരിക്കണം. ആ പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം നിർവഹിക്കണം. നമുക്കറിഞ്ഞുകൂടെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് എന്തിനാ, ത്യാഗം സഹിച്ചത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ മതം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. വേറെ വല്ല ഭൗതിക താല്പര്യങ്ങളും നബിക്കുണ്ടായിരുന്നു? ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മദീനായിൽ നബി മരിക്കുന്ന സമയത്താണ്. നമ്മൾ കണ്ടല്ലോ, നമ്മൾ വായിച്ചു പഠിച്ചില്ലേ മുഹമ്മദ് നബിയുടെ വീട്, ആ കൊട്ടാരം. നേരത്തെ ആ സ്ത്രീ എത്തിപ്പെട്ട വലം തജിദ് ഇൻദഹു ബവ്വാബീൻ എന്ന് ബുഖാരി പകർത്തിയ പാറാവുകാരില്ലാത്ത പ്രവാചകന്റെ കൊട്ടാരം നമ്മൾ കണ്ടു. ആയിഷ പറഞ്ഞിട്ടുണ്ട് ആ കൊട്ടാരം എന്തായിരുന്നുവെന്ന്. നിന്നാൽ പോക്കുവെയിൽ തട്ടും, രാവിലെയും വൈകുന്നേരവും വെയിലിങ്ങനെ തലയിൽ തട്ടും. കാരണം ആ ടെറസ് ഈ തപ്പനയുടെ മട്ടലുകൾ, ഓലകൾ പാകിയിട്ട വീടാണ് നബിയുടെ. ആ മദീനയിലെ രാജാവിൻ്റെ കൊട്ടാരമാണ്. അവിടെ ആ ഉറിയിൽ ഏതാനും ലിറ്റർ ഗോതമ്പ് വെച്ചാണ് നബി മരിച്ചത്. ഏതാണ് ഈ ഗോതമ്പ്? അയൽക്കാരൻ ജൂതന് തൻ്റെ ഒരു അറബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടയായുധം, പടയങ്കി പണയപ്പെടുത്തിയിട്ട് വാങ്ങിയ ഏതാനും ലിറ്റർ ഗോതമ്പ്, അതിൽ ബാക്കിയുള്ളതാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി വായ്പ വാങ്ങിയ ഗോതമ്പ്. പണയപ്പെടുത്തി ഗോതമ്പ് വാങ്ങി, ആ ഗോതമ്പ് ഏതാനും ലിറ്റർ ബാക്കിയുള്ളപ്പോഴാണ് നബി മരിക്കുന്നത്. ആ കൊട്ടാരത്തിൽ സുഖിക്കുന്ന പ്രവാചകന്റെ ചിത്രമാണ് ഉമറുൽ ഫാറൂഖിന്റെ വാക്കുകളിലൂടെ നിയലിക്കുന്നത്. ഉമർ ഫാറൂഖ് ചോദിച്ചു, നബിയെ, ഈ പാടുകൾ കണ്ടിട്ട്, ഈ തപ്പന നാരുകൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടന്ന് പാടുകൾ തീർത്ത ശരീരം നോക്കി ഉമർ ചോദിച്ചു, റസൂലേ, അങ്ങേക്ക് ഞങ്ങളൊരു കോസടി ഉണ്ടാക്കി തരട്ടെ, ഒരു ബെഡ് ഉണ്ടാക്കി തരട്ടെ കിടക്കാൻ? തിരുനബിയുടെ ചോദ്യം, ഉമർ, മാലി വലി ദുനിയാ മാ അന ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തി സുമറ. എന്താ ഉമറെ എനിക്കിവിടെ സുഖിക്കാൻ എവിടെ നേരം? ഞാനൊരു യാത്രക്കാരനല്ലേ. തണല് കണ്ടപ്പോൾ അല്പം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന യാത്രക്കാരൻ, ക്ഷീണം തീർന്നു യാത്ര തിരിക്കുന്ന യാത്രക്കാരനല്ലേ ഞാൻ. ഇതായിരുന്നു നബി. ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ നബിക്ക് തൻ്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെ ഉസ്മാനുണ്ട്. ആരാ ഉസ്മാൻ? ജയ്ഷുൽ ഇസ്രാക്ക് വേണ്ടി 300 ഒട്ടകങ്ങൾ സംഭാവന ചെയ്ത ഉസ്മാൻ. ഒരൊട്ടകത്തിൻ്റെ വില ഞാൻ വിശദീകരിക്കണം. നമ്മുടെ നാട്ടിലെ മേത്തരം റോട്ടിലെ ഓട്ടാൻ പറ്റുന്ന, മേത്തരം റോഡുകളിലൂടെ ഓടാൻ പറ്റുന്ന മേത്തരം കാറിൻ്റെ വില എന്താണോ അതാണ് ഒരു മേത്തരം ഒട്ടകത്തിൻ്റെ വില. അവർ 300 കാറ് കൊടുക്കുന്നൊരു മുതലാളി, നിങ്ങളൊന്ന് വിഭാവന ചെയ്തു നോക്കൂ. അത് തന്നെ മേത്തരം മുന്തിയ കാർ, കുതിരച്ചിഹ്നമുള്ള കാറൊക്കെയല്ലേ. ഈ വിധത്തിൽ പണക്കാരനായ ഉസ്മാൻ നബിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആളുകളാണ്. ഉസ്മാനെ, എടാ ഒരു കട്ടിലുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ കട്ടിലുണ്ടാക്കി കൊടുക്കാൻ, എനിക്ക് നല്ലൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി കൊടുക്കാൻ നബിക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ നബി അതുപോലും വേണ്ടെന്ന് വെച്ചു. സക്കാത്തിന്റെ സ്വത്ത് മോനെടുത്ത് പൗത്രനെടുത്ത് കടിച്ചപ്പോൾ നബി ഇടപെട്ട് പറഞ്ഞു, മോനെ, കിഹ് കിഹ്, ചീ ചീ, തുപ്പിക്കളയൂ ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ, ഇന്നഹ
ലാ തഹില്ലു മുഹമ്മദിൻ വലാലി ആലി മുഹമ്മദ് ഇന്നമാ ഹിയ ഔസാഖുന്നാസ്. അത് നമ്മുടെ വയറ്റിലെത്താൻ പാടില്ല. പാവപ്പെട്ടവന്റെ സ്വത്താണത്, സദക്കയാണ്. നമുക്ക് സദക്ക പാടില്ല എന്ന് അറിഞ്ഞൂടെ? സക്കാത്തിന്റെ പേരിൽ ഒന്നും നബി സ്വീകരിച്ചില്ല. എന്നിട്ട് ആ കുടുംബം ജീവിച്ച സ്ഥിതിയാണ് നമ്മളാ കണ്ടത്. പട്ടിണി, കഷ്ടപ്പാട്, ഇതൊക്കെ സഹിച്ച് ജീവിച്ച പ്രവാചകൻ. എന്നിട്ടോ ആ റസൂലിൽ എന്തായിരുന്നു അവിടുത്തെ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം ബല്ലിഗ് മാ ഉൻസില ഇലൈക് മിർ റബ്ബിക്, നിന്റെ നാഥനിൽ നിന്ന് എന്താണോ ലഭ്യമായത് അത് എത്തിച്ചു കൊടുക്കണം. ഒരു മുബല്ലിഗാണ് നബി. ആ പ്രബോധനോത്തരവാദിത്വമാണ് നബി ഏൽപ്പിച്ചത്. അവിടുന്ന് ലക്ഷത്തിലധികം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഹജ്ജ് കാലത്ത്. എന്നിട്ട് പ്രസംഗിച്ചു, ഇതാ ഞാൻ പോവാണ്, ഇക്കൊല്ലത്തിന് ശേഷം ഞാൻ ഇനി നിങ്ങളുമായി കണ്ടുമുട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതാ ഒരു കാര്യം ചെയ്യുക. ഇവിടെയുള്ള ആളുകൾ നബിയുടെ ചോദ്യം, അലാഹൽ ബല്ലഗ്തു, ഞാൻ പ്രബോധനം നടത്തിയില്ലേ? നബി മുബല്ലിഗാണ്, പ്രബോധകനാണ്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചോ എന്നാണ് നബി ചോദിക്കുന്നത്. അതിനാണ് നബിക്ക് അവരുടെ സാക്ഷ്യം വേണ്ടത്. ബലായ റസൂലല്ലാ എന്ന് പറഞ്ഞപ്പോൾ നബി സംതൃപ്തനായി. എന്നിട്ട് അല്ലാഹു മശ്ഹദ്, അല്ലാഹു മശ്ഹദ്, പടച്ചവനെ നീ സാക്ഷി, നീ സാക്ഷി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്, അലാ ഫല്യുബല്ലിഗ് മിൻകും ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇതില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ലോകത്ത് മുഴുവനും ഈ പ്രകാശവുമായി ആ പ്രവാചക ശിഷ്യന്മാർ സഞ്ചരിച്ചത്. നമ്മുടെ പിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു? നമ്മുടെ പിതാമഹന്മാർ മുസ്ലിങ്ങളായിരുന്നോ? അല്ല. അവരൊക്കെ വന്ന് നമ്മുടെ പിതാമഹന്മാർ, എത്ര പിതാമഹന്മാർക്കപ്പുറമാണ് ഈ മതം ആശ്ലേഷിച്ചത് എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല. അവർ വന്ന് മതം പഠിപ്പിച്ചപ്പോൾ അവർ ഈ ഇസ്ലാം മതം വിശ്വസിച്ചു, ഈ സത്യം അംഗീകരിച്ചു. നബിയുടെ കൽപ്പനയുണ്ട്, ബല്ലിഗു അന്നി വലുവായ, ഒരായത്താണെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. അത് നബി സ്നേഹത്തിന്റെ ഭാഗമാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ, നബി ജീവിതകാലത്ത് അനുഭവിച്ച സർവ്വ പീഡനങ്ങളും സർവ്വ ദുരിതവും ഇതിന്റെ പേരിലാണ്, ഈ ദഅവത്തിന്റെ പേരിലാണ്. ഈ ദഅവത്താണ് ഏറ്റവും സുപ്രധാനം. തിരുനബി പറഞ്ഞ നമുക്ക് നിർത്താം, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി. റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ബോധത്തോടെ, അവബോധത്തോടെ, കാര്യബോധത്തോടെ ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. നമ്മൾ ആരാണ്? മുത്തബിഉർ റസൂലാണ് എന്നാണ് നാം വാദിക്കുക. അങ്ങനെയാണ് നാം ആവേണ്ടത്. അല്ലാഹുവിന്റെ കൽപ്പന അതല്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം എന്നല്ല, എന്നെ പിന്തുടരണം എന്നാണ് റസൂൽ പറഞ്ഞത്. ആ ഇത്തിബാൻ, അതാണ് ദഅവത്തിൽ നബി നിർവഹിച്ചത്. നബിയുടെ മുത്തബീങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭാഷയിൽ, നബിയുടെ ഭാഷയിൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നാം വായിക്കുന്നത് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് എന്നത് വായിക്കുന്നതോടൊപ്പം അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. അപ്പം നമ്മളൊക്കെ നബിയെ പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണിത്. ഈ ദഅവത്ത് ഒരാൾ, ഒരു മനുഷ്യനെങ്കിലും, ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ ഈ സന്ദേശം കൈമാറാൻ നമുക്ക് കഴിഞ്ഞാൽ, ജീവിതത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം. തിരുനബി പറഞ്ഞതുപോലെ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നാം, ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിനക്കുത്തമമാണ് ഒരു മനുഷ്യൻ നീ വഴി നന്നാകുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വെളിച്ചം നൽകാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ ദഅവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ പ്രവാചക സ്നേഹം നെഞ്ചേറ്റി, ആ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കി, അള്ളാഹുവിനെ സ്നേഹിച്ച് നല്ല മനുഷ്യനായി അള്ളാഹുവിൻ്റെ സ്വർഗം പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.